CPIM-നെ നരഭോജികൾ എന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പരാമർശം പിൻവലിച്ച് ഡോക്ടർ ശശി തരൂർ MP. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപീഷിനും ആദരമർപ്പിച്ചുള്ള പോസ്റ്റിലാണ് CPIM-നെ നരഭോജികൾ എന്ന് പരാമർശിച്ചിരുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, ഈ പോസ്റ്റ് പിൻവലിച്ചോ അതോ പരാമർശം മാത്രമാണോ പിൻവലിച്ചിരിക്കുന്നത്? പോസ്റ്റിൽ CPIM നരഭോജി അത്തരം പ്രയോഗങ്ങൾ അപ്പാടെ പിൻവലിച്ചു എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയമായ നീക്കം കൂടിയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ നടത്തുന്ന ഈ യുദ്ധം അതൊരു അബദ്ധവശാൽ നടത്തുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ സംഭവിച്ചതോ ഉള്ള കാര്യമായിട്ടല്ല കോൺഗ്രസിലെ പല നേതാക്കൾ പോലും കരുതുന്ന കാര്യം. കാരണം പലതരത്തിലുള്ള വിയോജിപ്പുകൾക്കൊടുവിൽ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ അത് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും തന്റെ വിയോജിപ്പുകൾ അറിയിക്കുക കൂടി തരൂർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ കേന്ദ്രത്തിൽ നിന്നും ചില വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അല്പസമയം മുൻപായിരുന്നു ശശി തരൂർ ആദ്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫെബ്രുവരി 17 CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്നുള്ള ഒരു കാര്യം ഒരു കാർഡ്, ഒരു ഫേസ്ബുക്ക് കാർഡാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്നുള്ള ഒരു കുറിപ്പോടുകൂടിയായിരുന്നു ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇപ്പോൾ ശശി തരൂരിന്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. പകരം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചിത്രങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് എന്നു മാത്രമായി ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ കാർഡ് അത് ഒതുക്കി എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ എന്നടക്കമുള്ള CPIM എന്നുള്ള മുഴുവൻ കാര്യങ്ങളും മാറ്റിയിരിക്കുന്നു. CPM എന്നുള്ള കാര്യം കൂടി ശശി തരൂർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മാറ്റുന്നതോടുകൂടി സ്വാഭാവികമായും എന്താണ് ആ വിഷയത്തിൽ ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും വ്യക്തമല്ല. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രവിധ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ ലേഖന വിവാദം, അത് ചെറുതല്ലാത്ത പരിക്ക് സംസ്ഥാന കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിവാദത്തിൽ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിനോട് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ലേഖനം പല വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കിയെന്ന് K. സുധാകരൻ ശശി തരൂരിനെ അറിയിച്ചിട്ടുണ്ട്. തരൂരിനെ സുധാകരൻ വിളിച്ചത് AICC നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതും ഈ മിനിറ്റിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദത്തിൽ KPCC ഇടപെടുന്നു. KPCC അധ്യക്ഷൻ നേരിട്ടിടപെട്ട് പാർട്ടിക്കൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല പ്രവിധ, നമുക്ക് ഈ വിഷയത്തിൽ അറിയാം പലതരത്തിലുള്ള വിയോജിപ്പുകൾ സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കളോട് ശശി തരൂരിനുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തക സമിതി അംഗമായിട്ടും എന്തുകൊണ്ട് തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശശി തരൂരിനുണ്ടായിരുന്നു. പാർട്ടി യോഗങ്ങളിൽ പോലും സംസാരിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല. മാത്രമല്ല രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ സംസാരിച്ചതിന് ശേഷവും പലപ്പോഴും താൻ മൗനിയായി മടങ്ങേണ്ടി വരുന്നു എന്നൊക്കെയുള്ള പരിഭവം ശശി തരൂരിനുണ്ട് എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. AK ആന്റണി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് രണ്ടാമതായി പരിഗണിക്കപ്പെടേണ്ട ആളാണ് താൻ എന്നുള്ളൊരു തോന്നൽ കൂടി ശശി തരൂരിനുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഷഫീദ്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മദിനത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നു എന്നുള്ളതിനേക്കാൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണല്ലോ ഈ പോസ്റ്റിന്റെ പ്രത്യേകത. അദ്ദേഹം ഇപ്പോൾ ഇത് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചില സൂചനകൾ കൂടിയല്ലേ നൽകുന്നത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ ചർച്ചയാകുന്നുണ്ട് പാർട്ടിക്കകത്തും പുറത്തും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പെട്ടെന്നുള്ള ഒരു തിരുത്ത് അത് എന്തിലേക്കുള്ള സൂചനയാണെന്നാണ് കരുതേണ്ടത്? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ശശി തരൂരിന്റെ ലേഖനം അത് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനം അത്ര നിഷ്കളങ്കമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ശശി തരൂർ താൻ പാർട്ടിയിൽ സംസ്ഥാന നേതൃത്വത്തോട് കലഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധ തനിക്ക് വേണം, അതിനൊക്കെ അപ്പുറത്തേക്ക് അർഹമായ പരിഗണന തനിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ലേഖന വിവാദം അത് ആ രീതിയിൽ ആരംഭിച്ചത്. നമുക്കറിയാം ശശി തരൂർ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നിലപാടിൽ മയപ്പെടുത്താൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, K. മുരളീധരനൊക്കെ വലിയ രീതിയിൽ ശശി തരൂരിനെതിരെ നിലപാട് ഘടിപ്പിച്ചു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ കാര്യത്തിനും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവിനെ പിന്തുടർന്ന കോൺഗ്രസിലെ രണ്ടാം നിര, നമുക്കറിയാം PC വിശ്വനാഥും മാത്യു കുഴൽനാടനും അടക്കമുള്ള നേതാക്കൾ പോലും ശശി തരൂരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും തരൂർ ലക്ഷ്യം വെച്ചത് ഇത് തന്നെയാണ്, പാർട്ടിയിൽ ഇത് ചർച്ചയാവുക. അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുന്നു. കൃപേഷിനെയും ശരത് ലാലിനെയും ഓർമ്മിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ CPM നരഭോജികൾ എന്നുള്ള വിശേഷണം മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തുന്നു. അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് തൻ്റെ നിലപാട്, താൻ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അത് KPCC നേതൃത്വത്തിന് കിട്ടുമെന്നുള്ള കാര്യം തരൂരിന് ഉറപ്പായിരിക്കാം. അതൊക്കെ നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ്. തരൂരിന് ഉറപ്പായിരിക്കാം.
തരൂർ എന്താണോ ലക്ഷ്യം വെച്ചത് അക്കാര്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സംസ്ഥാന കോൺഗ്രസിലെയും ദേശീയ കോൺഗ്രസിലെയും ഒരു പ്രധാനപ്പെട്ട ഫിഗറാണ് ശശി തരൂർ. ആ ശശി തരൂർ സ്വന്തം നാട്ടിൽ സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് ഏത് വിധേനയും KPCC നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ള ശശി തരൂരിന്റെ ആദ്യ കടമ്പയായിരുന്നു ലേഖന വിവാദമെങ്കിൽ ആ നിലപാടിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് സ്വാഭാവികമായും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞത്. ഒരു പക്ഷേ ഈ നരഭോജി എന്നൊക്കെയുള്ള പ്രയോഗം പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ഭാഗമായിട്ട് വരുമോ എന്നുള്ളൊരു ആശങ്ക, അങ്ങനൊരു ചിന്ത കൂടി ഒരു പക്ഷേ ശശി തരൂരിന്റെ മനസ്സിൽ തോന്നിക്കാണാം. അതുകൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. ഏതായാലും ലേഖന വിവാദത്തിൽ തുടങ്ങിയ ശശി തരൂരിന്റെ പൊളിറ്റിക്കൽ ഗെയിം അത് ഏതാണ്ട് അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നുണ്ട്. കെ സുധാകരൻ ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ശശി തരൂരിനെ കേൾക്കാൻ, കാരണം ഈ രാഹുൽ ഗാന്ധി നമുക്കറിയാം ദേശീയ നേതൃത്വവുമായി ശശി തരൂർ കുറച്ച് നാളുകളായി അകൽച്ചയിലാണ്. അപ്പോൾ ഈ ദേശീയ നേതൃത്വത്തിന് ശ്രദ്ധ തനിക്ക് കിട്ടണം, രാഹുൽ ഗാന്ധിയോട് കാണാൻ സമയമൊക്കെ ചോദിച്ചത് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ KPCC നേതൃത്വം ഇടപെടുന്നു, അതുവഴി ദേശീയ നേതൃത്വത്തിനോട് തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളൊരു ഒരു വിശ്വാസം തരൂരിനുണ്ട് എന്ന് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അവർ അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനൊരു സൂചനയായി അവർ അത് പുറത്തുവിടുന്നുണ്ട്. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വ്യക്തമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അതങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ആ പോസ്റ്ററിൽ തിരുത്തു വരുത്തുമ്പോൾ കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതങ്ങനെ ചെറുതായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം കെ സുധാകരൻ വിളിച്ച കാര്യത്തിൽ നമ്മളൊന്ന് എടുത്തു പറയണം. കാരണം മുതിർന്ന നേതാക്കളൊക്കെ പരസ്യമായി രൂക്ഷമായി വിമർശിച്ചപ്പോൾ കുറച്ചൊന്ന് ഭയപ്പെട്ട് പ്രതികരണം നടത്തിയത് കെ സുധാകരൻ ആയിരുന്നു. അപ്പോൾ KPCC പ്രസിഡന്റും ഇപ്പോൾ ശശി തരൂരിനെ വിളിച്ചു, ലേഖന വിവാദത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കാര്യത്തിലും അടുത്ത മാധ്യമപ്രവർത്തകർ കൃത്യമായിട്ട് ശശി തരൂരിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് അത് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷഫീദ് പറയുകയുണ്ട്, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, നരഭോജി എന്നുള്ളൊരു പേര് പരാമർശം ഉണ്ടല്ലോ, അപ്പോൾ അത് ആ ഭാഗമായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും തന്നെയാണോ തരൂർ ലക്ഷ്യമിടുന്നത്? ഇതിൻ്റെ പാരലായിട്ട് മറ്റൊരു ചർച്ചയും ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഡോക്ടർ ശശി തരൂർ മുന്നണി വിടുമോ, മറ്റൊരു കൂടുമാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ചർച്ചയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിന് രാഷ്ട്രീയ മാനം വലുതാണ്. അപ്പോൾ അതിന് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് പ്രതികരണങ്ങളൊക്കെ വരും. അതിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം.